കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. അവൻ ഇങ്ങോട്ടല്ലടി പറഞ്ഞത്. നീ കിഴക്കോട്ട് നോക്കി നിന്ന് അവൻ വേഗം വരുമോ? ഇന്നലെ വരുമെന്ന് കരുതി, കണ്ടില്ല. ഇനിയിപ്പോ പാതിരാത്രിക്കരിയും കയറി വരിക. ഇങ്ങോട്ട് വരട്ടെ. എല്ലാ കൊല്ലം വാരനാട്ട് കൊച്ചു ഗോപാലിന് ഒരു ഓല പതിവാ. അത് കിട്ടാണ്ട് ഒരടി അവൻ മുന്നോട്ട് നീങ്ങില്ല. മോളെ, ദേ എഴുന്നള്ളത്ത് വരുന്നുണ്ട്. ആ വിളക്കൊന്ന് കത്തിച്ചേ. ആ മോളെ, ഇതാ രവി വരുന്നുണ്ട്. അമ്മേ, ഇത്തവണ ചന്ദ്രേട്ടനും ഉണ്ട്. രവി വന്നില്ലേ? ഒന്നീ വന്നേ, മോർണിംഗ് വന്നേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ചോദ്യോത്തരം കൊണ്ട് എന്താ ഒരു ഫലം? ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. വരാനുള്ളവരൊക്കെ വന്നോടാ. ഓ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? ഇനി ഇത് നാളത്തേക്ക് നീട്ടണോ? വേണ്ട, നേരത്തോട് നേരം കഴിഞ്ഞില്ലേ. ഇനി വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാ. കുഴി വെട്ടി കഴിയാറായി. അവിടുന്ന് ആരും വന്നില്ലേ? ഓ, 5-8 കൊന്നതാണോ ചത്തതാണോ എന്ന് ആർക്കറിയാം? ചന്ദ്രു, വേണ്ട. ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട. എന്താണെന്ന് വെച്ചാ വേഗം ആട്ടെ.
ചന്ദ്രു, ഉം. ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ. 7:15 വണ്ടിയുണ്ട്. ഞങ്ങളങ്ങ് പോയാലോ എന്ന് ആലോചിക്കുക. നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? നീ 2-3 ദിവസം ഇവിടെ നിൽക്കേ. ആ തള്ളയോട് മാത്രമല്ലേ ഉള്ളൂ. നാട്ടുകാരുടെ കടമ തീർത്ത് അവർ പോയി. നമുക്കങ്ങനെ പോകാൻ പറ്റുമോ? കാശ് വല്ലോ? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ വൈകണില്ല, ഞങ്ങൾ ഇറങ്ങും. വരട്ടെ. ഓ വാ. വയസ്സില് വീട് വെക്കുമെന്ന ഇന്നാളൊരാൾ കൈനോക്കി പറഞ്ഞ. പിന്നെ 40 വയസ്സ് വരെ ശുക്രദശ. അപ്പൊ ലോട്ടറി അടിക്കുമല്ലോടാ. അത്ര വലിയ അതിമോഹമൊന്നും എനിക്കില്ല. ജീവിച്ചു പോണം. എന്റെ രമണിക്ക് ഒരു വിഷമവും ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. ദൈവം സഹായിച്ച് ഇതെല്ലാം നടക്കും ചന്ദ്രേട്ടാ. ജീവൻ പോയാൽ ഇത് ഞാൻ നടത്തും. കൂടെ വന്നവരൊക്കെ പോയോ? ഉം. ഇത്തിരി കഞ്ഞി കുടിക്ക്. വേണ്ട. നിങ്ങൾ രമണിയൊക്കെ കഷ്ടമാണല്ലോ. വെറുതെ വയറ് വാട്ടണ്ട, ഇത് കുടിക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, ഇത് പിടിക്ക്. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കിടന്നോളൂ. പേടിയാണെങ്കിൽ പറ, ആരെങ്കിലും കൂട്ടുവിടാം. വേണ്ട. ഞാൻ പോണു. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. മേപ്പുള്ളിക്കാരുടെ പറമ്പ് നിറച്ചും പാമ്പാ. മോളെ, ഈ വെള്ളമെങ്കിലും കുടിക്കും. വിധിന്ന് കരുതി സമാധാനിക്കാണ്ട് എന്താ ചെയ്യ? എങ്കിലും ഈശ്വരൻ ഇത്രയും വലിയ ചതി എന്റെ മോളോട് കാണിച്ചല്ലോ. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ? രവി പോയിന്ന് വെച്ചാൽ ആരുമില്ലാന്ന് കരുതണ്ട. കുറച്ച് വെള്ളയപ്പാ അങ്ങാടിലെ കടയിൽ നിന്ന് വാങ്ങിയതാ. രവി പറഞ്ഞ ദിവസേ കാലത്ത് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുള്ളൂ. എന്നാൽ അവനത് പിടിക്കില്ല. അങ്ങാടിയിൽ ശങ്കരനാര കടയിൽ പോയി ചായ കുടിക്കും. വരുമ്പോ ഇതുപോലെ ഒരു പൊതി കൊണ്ടുവരും. അമ്മയ്ക്കും മോൾക്കും. അപ്പൊ അവര് തേങ്ങ ഇടുകയല്ലെന്നാ പറയണതല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. മരക്കഴുതേ, അവന്റെ ഒരു ആലോചന.
പിന്നെന്തിനാടാ എന്റെ ചോറും തിന്ന് കള്ളും കുടിച്ച് ഈ കുമ്പേം വെറുപ്പിച്ച് നടക്കുന്നത്? അല്ല മുതലാളി, കാര്യം നമ്മൾ വിചാരിക്കണ പോലല്ല. അവർക്കും ഉണ്ട് ഇപ്പോ യൂണിയൻ. മേപ്പുള്ളി കൊച്ചുവർക്കയുടെ അടുത്ത് യൂണിയനോ? പോയി പണി നോക്കാൻ പറടാ. ഇതിലും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി. പിന്നല്ലേ 3-4 പേരുടെ യൂണിയൻ. കാര്യം 4-5 പേരേ ഉള്ളൂ എങ്കിലും അവര് വാശിയില്ല. കൊച്ചുവർക്കിയോട് ഇറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലുമേ തന്നെ വന്ന് വീഴും. അന്ന് തട്ടി വരെയേറാ. അതറിയാൻ വയ്യാത്ത യൂണിയൻ ആരാടാ? കണ്ടങ്കോരന്റെ മോൻ കുമാരനാ നേതാവ്. ഏത് തെങ്ങേന്ന് വീണ് ചത്ത കണ്ടങ്കോരൻ ചെയ്യോ? അതേ മുതലാളി. എന്നിട്ട് നീയൊക്കെ ഇത്രയും നാളും അവനെയൊക്കെ വെച്ച് പൊറപ്പിച്ചു അല്ലേ? അല്ല, മുതലാളി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയണോടാ, നോക്കി കണ്ടങ്ങ് ചെയ്യണം. മാറിക്കേ. വല്ലതും പറ്റിയോടാ? നീ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എന്തിനാ? തരക്കാരോട് മുട്ടിയാ പോരെ? വേലായതിന്റെ അടുത്ത് നിന്റെ നാക്കുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആരാ? ആ, സാരമില്ല, ആശുപത്രി കൊണ്ടുപോകും. ഇത് വെച്ചോ. ആ വരുന്ന വണ്ടിയെ കൊണ്ടുപോയിക്കോ. ഒന്ന് പിടിച്ചു കൊറ. പിടിച്ചോ. തല്ലുകൂടിയാണെന്നൊന്നും ആശുപത്രി പറയണ്ട. വെറുതെ പോലീസും കേസും. വീണതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോടി. എന്താണ് നോക്കി നിൽക്കുന്നേ? എല്ലാരും പോയടാ. എന്താണ്ടേ? അനിയനിവിടെ പുതിയതാ അല്ലയോ? അതെ. ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ. വെട്ടുന്ന കൈ കൊണ്ട് തന്നെ വെള്ളവും കൊടുക്കും. അതാ കൊച്ചു വർക്കി. കുറച്ച് ദിവസം ഉണ്ടോ അവിടെ? ചിലപ്പോ. അപ്പൊ കുറെയൊക്കെ മനസ്സിലാവും. ഒരു ചായക്ക് കാശ് തരുമോ? ജോലി എടുത്ത് തന്നെ. മുതലാളി, ചായ. നിനക്കൊരു ഉടവുമില്ലല്ലോടി രായമ്മേ. നല്ല മെഴുമെഴാന്നായിരിക്കണേ. കണ്ണൊയ്ക്കല്ലേ മുതലാളി, ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇവരുടെ സമരമൊക്കെ തീർന്നോ? എന്ത് സമരം? അവർക്ക് 2 തേങ്ങ വേണമെങ്കിൽ ഞാൻ കൊടുക്കേ. എന്തിനും എന്റെ അടുത്ത് വരണം. എല്ലാ ചെക്കൻ പറഞ്ഞ് പറ്റിച്ച ആ കുമാരൻ. അവൻ ആശുപത്രിയിൽ നിന്ന് വന്നോ? കുഴപ്പമൊന്നുമില്ല. എന്നാൽ 2 ദിവസം അവിടെ കിടക്കട്ടെ. ചെറിയ പനിയുണ്ട്. അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചുവർക്ക് മുതലാളി തന്നെ വേണം. ഓവേ, ചെറിയ മീനിട്ടല്ലേ വാളയും തുള്ളിയും പിടിക്കണത്. ഒന്ന് നിന്നേടി. നിനക്കെന്താ ഇത്ര തൃപ്തി? കടയിൽ ആളുണ്ട് മുതലാളി. വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ? ഓവ. അത് നീ കണക്ക് വയ്ക്കാനും നിൽക്കണ്ട. സണ്ണിച്ചനോട് പറയുകയും വേണ്ട. അത് നിനക്കെന്റെ ഫ്രീ. തീർവായിട്ടും ആ പുരേ തന്നെ നീ താമസിച്ചോളാൻ പറഞ്ഞത്. ചില മനക്കണക്കുകളൊക്കെ കൂട്ടിയിട്ടാ. അതെനിക്കറിയാം. പിന്നെ നീ ഇതുവരെ എന്നെ ഒന്നും വിളിക്കാഞ്ഞെന്താ? വിളിക്കാന്നേ. ഓ, ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം 3-4 ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയൊന്നുമില്ല. നിനക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരും. എന്നാ മുതലാളി എന്നെ അങ്ങ് കല്യാണം കഴിച്ചോ? അല്ല, അതെന്തിനാടി? നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് നീങ്ങിയാ പോരെ? അതാ മുതലാളി കുഴപ്പം. പലരും തോക്കുന്നത് അവിടെയാ. ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാതെ.
കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി. അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല. ജയിലിലും ഇപ്പൊ 2 നേരം ചോറാന്നാ പറയുന്നേ. പിന്നെ രാജമ്മയ്ക്കെന്താ? പോട്ടെ.